ഇല്ലാത്ത പലതും ഭാഗ്യം കൊണ്ടൊപ്പം വന്നു. അപ്പോഴാ മനസ്സിലായി അവളാന്റെ മകന് ജീവിതത്തിൽ ഒരിക്കലും അതിനോടൊന്നും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന്. പലതും കണ്ടില്ലാന്ന് നടിച്ചു നോക്കി, അഡ്ജസ്റ്റ് ചെയ്യുന്ന അഭിനയിച്ചു നോക്കി. പ്രതികരിച്ചപ്പോ ഒരു ഗുഡ് ബൈക്കപ്പുറം ഒരു വിലയും വിവാഹ ജീവിതത്തിനില്ലെന്ന് അവൾ. അപ്പോ അവിടെ നിന്നോട് ഗുഡ് ബൈ പറഞ്ഞു അല്ലേ? ഭാര്യ പോയി, ജോലി ഉപേക്ഷിച്ചു, ആത്മഹത്യ ചെയ്താലെന്ന് പല കുറി ആലോചിച്ചു. മരിക്കാനായാലും ജീവിക്കാനായാലും മാതാപിതാക്കളെ കണ്ട് ശതമർദ്ദിട്ടാവാതെ എന്തു വേണം? മുടിയനായ പുത്രനെ പോലെ നമ്മുടെ മോൻ മടങ്ങി വന്നു. മുടിയാനോ മടിയാനോ അല്ല നമ്മുടെ മോനെ വളർത്തിയത്. എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു. പിതാവാകാനുള്ള യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് അപ്പനെന്ന ബന്ധവും ബാധ്യതയും തീർത്തവൻ പോയി. ഇത് നിൽക്കുന്നതാണ് എനിക്കറിയത്തില്ല. അപ്പൻ എന്നോട് ക്ഷമിക്കും. മനസ്സിൽ എനിക്ക് എന്നെ അപ്പാന്ന് വിളിക്കാനുള്ള അവകാശം ഇയാക്കില്ല. എന്നെ സങ്കടപ്പെടുത്താതെ ഇറങ്ങി പോണം. നിങ്ങളെ ഒപ്പം വിളിക്കേണ്ട അവകാശം ഇവനല്ലാതെ മറ്റാർക്കാ ഉള്ളത്? തെറ്റേറ്റ് പറഞ്ഞ് ക്ഷമ കേട്ട് വന്നിരിക്കുവാ നമ്മുടെ മോൻ. ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ നിൽക്കുന്ന ഇവനെ തോൽപ്പിച്ചത് ഞാനല്ല. ആണോ ആണോ? ഇവരോട് ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ഞാൻ ഈശ്വരനല്ല, ഞാനൊരു പച്ച മനുഷ്യനാ. എടി ഇവന്റെ അപ്പനും അമ്മയും ആകാനുള്ള യോഗ്യത നമുക്ക് രണ്ടുപേർക്കും ഇല്ലാന്ന് പറഞ്ഞു പണി ഇറങ്ങി പോയപ്പോ ഞാനോ നീയോ ആത്മഹത്യ ചെയ്തോ? ആക്രി വിറ്റ് ജീവിക്കുന്നവനെ, ആറ്റബോംബ് വിറ്റ് ജീവിക്കുന്നവനെ ആത്മഹത്യയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നു. നിന്നോട് മലയാളത്തിലാ പറഞ്ഞത്. ഇവിടെ നിന്ന് അറിയും. ഇറക്കി വിടുവോ എന്റെ മോനെ? ഇവനെ ഇറക്കി വിട്ട ആ നിമിഷം ഇവന്റെ കയ്യും പിടിച്ച് ഞാനും ഇറക്കും ഈ വീട്ടിൽ. മക്കളെ തെറ്റ് ചെയ്താ ക്ഷമിക്കേണ്ടതാരാ? തെറ്റല്ല, നന്ദിയേടാ. തെറ്റതല്ലേടാ വയറ്റിൽ കിടന്ന യവനൊക്കെ തൂറാനും പെടുക്കാനും പഠിക്കുന്നത്. തീട്ടവും മൂത്രവും തീർത്ഥമായി പേറി അന്നേ പൊന്നെ എന്ന് വിളിച്ച് ഉണ്ണാതെ ഉറങ്ങാതെ ഉടുക്കാതെ 10-30 കൊല്ലമായവരെയൊക്കെ വളർത്തുന്നത്. കഷ്ടപ്പെട്ട് മുട്ടുമറ്റാതെ മക്കളെ വളർത്തി കെട്ടിയ പെണ്ണിന് നല്ലൊന്നും വാങ്ങിക്കൊടുക്കാനില്ലാതെ മക്കളെ അണിയിച്ചൊരുക്കി നടത്തി. എടുത്തൊന്നും ഉടുക്കാനില്ലാതെ ക്രിസ്മസിനും ഈസ്റ്ററിനും പോലും പള്ളിയിൽ പോകാതെ അവർ ആ പുള്ളി കുത്തിയിരുന്നിട്ടുണ്ട്. മക്കളെ അണിയിച്ചൊരുക്കി നടത്തി. അവർ കോഴി എടുത്തുകൊണ്ട് പോകുന്നത് കൊതിയോടെ കണ്ടതറിയെ കണ്ടു നിന്നവൻ, പഠിക്കാൻ ആഗ്രഹിച്ചതൊക്കെ പഠിപ്പിച്ചവൻ. എടാ 10-30 കൊല്ലം നിന്നെയൊക്കെ ഒരു മുട്ടും വെട്ടാതെ വളർത്തുമ്പോ ഒരു 10 വർഷം ഞങ്ങൾക്ക് തന്നാലെന്താ? ജനിപ്പിച്ചു എന്ന കുറ്റത്തിന് 20 വർഷം നിങ്ങൾ എടുത്തോ? 2 മക്കൾ ഒരു 10 വർഷം വീതം ഞങ്ങൾക്ക് തന്ന മാതാപിതാക്കൾ തെണ്ടികളാവോ? സ്നേഹവും കാരുണ്യവും ഒക്കെ എന്തു വാങ്ങണോടാ? ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത ഞങ്ങളെ ഇനി നിന്റെയൊക്കെ അപ്പനും അമ്മയും ആകാൻ എന്ത് യോഗ്യത നേടണം? ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയാൽ മാറുമോ എന്റെ ഇവളുടെയൊക്കെ കോലം? ഞാനോ നീയോ തീരുമാനിക്കുന്നതല്ല, ദൈവം തീരുമാനിക്കുന്നതാ. നീ ഇവളുടെ വയറ്റിൽ പിറക്കണമെന്നും ഞാൻ നിന്റെ തന്തയാകണമെന്നും മാറ്റാനൊക്കുവോ? എന്നെ ഉറക്കിക്കെടുത്തി പാതിരാവിൽ മാതാവിന്റെ മുമ്പിൽ മുട്ടേ കിടക്കുന്ന പെറ്റതല്ലേടെ കണ്ണുനീരി കണ്ട് മാതാവ് വലിച്ചതാ നിന്നെ ഇവിടെ. അല്ലാതെ പറയാനൊക്കുവോ? നന്ദി കെട്ട മോളായി ചേച്ച കൊച്ചി. എന്റെ പാവ അപ്പച്ച
പോകുമോ എന്നുള്ള സ്വാർത്ഥത കൊണ്ടാ എന്റെ അപ്പച്ചനെയും അമ്മച്ചയെയും മാനം കെടുത്തി ഒരു രണ്ടാം കെട്ടുകാരന്റെ പിന്നാലെ ഇറങ്ങിപ്പോയത്. മക്കളുടെ തെറ്റുകൾ എന്നും ക്ഷമിക്കുന്നവരാ മാതാപിതാക്കൾ. മക്കളെ നിധി പോലെ കാക്കുന്ന ദൈവ മനസ്സ് ഈ കൊച്ചിനെ ശപിക്കരുത്. മക്കളെ, ആവശ്യം കഴിഞ്ഞ് മാതാപിതാക്കളെ ആക്രി പോലെ ഉപേക്ഷിക്കുന്ന മക്കളുടെ പ്രതിനിധിയായി എന്നോടൊപ്പം താമസിക്കുന്ന മാതാപിതാക്കളോട് നീ മാപ്പ് പറയണം. എങ്കിലേ നിന്നെ എന്റെ മകനായി ഞാൻ അംഗീകരിക്കൂ. അവൻ മാത്രമല്ല, സോളമനും പറയും എന്റെ കണ്ണു തുറപ്പിച്ചത് ഈശോയാ. മുകളിലിരിക്കുന്ന ഈശോ ഇല്ല, ഈ നിൽക്കുന്ന ഈശോ. എന്റെ അഭിമാനമാണിയപ്പൻ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠപുസ്തകം. ഇനി ഞാൻ ജോലി ചെയ്യുന്നത് മക്കൾ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനാണ്. ഉപയോഗിച്ച് ഉപേക്ഷിക്കാനുള്ളവരല്ല, ഭദ്രമായി സംരക്ഷിക്കാനുള്ളവരാ മാതാപിതാക്കൾ. എനിക്ക് സന്തോഷമായടാ. ഇനി മരിച്ചാലും എനിക്ക് സങ്കടമില്ലടാ. ഒരിക്കലും മരിക്കാത്ത ശാശ്വത സത്യത്തിന്റെ പേരാ ഈശോ എന്ന്. ഈശ്വരൻ മരിക്കുമെന്ന് വിശ്വസിക്കുന്നത് വിട്ടിത്തരവാ. നിന്റെ ശബ്ദമൊന്ന് ഉയരട്ടടാ. പഴയ ഇരുമ്പ് തുരുമ്പ് പൊട്ടിയ പ്ലാസ്റ്റിക് കാലിച്ചാക്ക് കാലിക്കുപ്പി കൊടുക്കാറുണ്ടോ? ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ച ജീവിതങ്ങളുണ്ടോ? കാലമേ മാർച്ചിൻ സലൂൺ മാറ്റി പണിയട്ടെ ജീവിതങ്ങൾ. മാറുന്ന കാലമേ മാർച്ചിൻ സലൂൺ മാറ്റി പണിയട്ടെ ജീവിതങ്ങൾ. ആക്രികളല്ല നാം, കരുണയായി സ്നേഹമായി അഭിമാനതോടെ